ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയെ കാത്തിരിക്കുന്നത് 3 മത്സര T20 പരമ്പരയാണ്. ഇതിനുശേഷം ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരകളെല്ലാം വരാനിരിക്കുന്നതിനാൽ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ടീമിനെയാവും ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിൽ ഇന്ത്യ കളത്തിലിറക്കുക. സൂര്യകുമാർ യാദവ് നയിക്കുമ്പോൾ ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത് എന്നിവർക്ക് ഇന്ത്യ വിശ്രമം നൽകിയേക്കുമെന്നാണ് വിവരം. സഞ്ജു സാംസൺ ഇന്ത്യയുടെ T20 ടീമിൽ ഇടം നേടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ശ്രീലങ്കയ്ക്കെതിരായ അവസാന 2 T20 മത്സരത്തിലും ഡക്കിനാണ് സഞ്ജു സാംസൺ പുറത്തായത്. അതുകൊണ്ട് തന്നെ സഞ്ജു തഴയപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്നാൽ അവസാന ദുലീപ് ട്രോഫിയിലെ തകർപ്പൻ പ്രകടനത്തോടെ സഞ്ജു സാംസണ് മികവ് കാട്ടിയതിനാൽ ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിൽ സഞ്ജു സാംസൺ ഉൾപ്പെടുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിൽ സഞ്ജു ടീമിലുണ്ടെങ്കിലും കളിക്കാൻ അവസരം ലഭിച്ചേക്കില്ല. ഇതിന് ചില കാരണങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിൽ ഇന്ത്യ ഇഷാൻ കിഷനെയാവും മുഖ്യ വിക്കറ്റ് കീപ്പറാക്കുക. ഇഷാൻ ഇന്ത്യൻ ടീമിന് പുറത്തായിട്ട് കുറച്ച് നാളുകളായി. എന്നാൽ ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് ശക്തമായ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ്. ബുച്ചിബാബു ടൂർണമെന്റിലും ദുലീപ് ട്രോഫിയിലും ഇഷാൻ കിഷൻ സെഞ്ചുറി നേടി. ബുച്ചിബാബു ടൂർണമെന്റിൽ സെഞ്ചുറിക്ക് തൊട്ടടുത്ത് വെച്ച് തുടർ സിക്സുകൾ പറത്താൻ ഇഷാന് സാധിച്ചിരുന്നു. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ഇഷാൻ കിഷന് സാധിക്കുന്നുണ്ട്. ഇടം കയ്യൻ ബാറ്റ്സ്മാനെ ഗൗതം ഗംഭീർ പിന്തുണയ്ക്കുന്നുണ്ട്. ഗംഭീറിൻ്റെയും ടീം മാനേജ്മെൻറ്റിൻ്റെയും നിർദ്ദേശപ്രകാരമാണ് ഇഷാൻ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചത്. T20യിൽ മികച്ച റെക്കോർഡും ഇഷാനുണ്ട്. സഞ്ജു സാംസണിൻ്റെ സ്ഥിരതയില്ലായ്മ പ്രശ്നമാണ്. ദുലീപ് ട്രോഫിയിൽ സെഞ്ചുറി നേടിയെങ്കിലും മറ്റ് ഇന്നിംഗ്സുകളിലൊന്നും അർദ്ധ സെഞ്ചുറി പ്രകടനം പോലും നടത്താൻ സഞ്ജുവിനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇഷാനാവും T20യിൽ പ്രഥമ പരിഗണന നൽകുക. ഇന്ത്യൻ പരിശീലകനായ ഗൗതം ഗംഭീറിന് സഞ്ജു സാംസണിനോട് അതൃപ്തിയുണ്ടാവുമെന്നുറപ്പ്. ശ്രീലങ്കയ്ക്കെതിരെ ഋഷഭ് പന്ത് ഉണ്ടായിട്ടും സഞ്ജു സാംസണിന് 2 മത്സരത്തിൽ കളിക്കാൻ അവസരം നൽകാൻ ഗംഭീർ തയ്യാറായിരുന്നു. എന്നാൽ 2 മത്സരത്തിലും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് സഞ്ജു നടത്തിയത്. 2 മത്സരത്തിലും അദ്ദേഹം ഡക്കിനാണ് മടങ്ങിയത്. ഇതിനുശേഷം സഞ്ജുവിനോടുള്ള ഗംഭീറിൻ്റെ മതിപ്പ് കുറഞ്ഞിട്ടുണ്ടാവുമെന്നുറപ്പ്. സഞ്ജു സാംസണെ നിലവിൽ T20യിലേക്ക് മാത്രമാണ് ഇന്ത്യ പരിഗണിക്കുന്നത്. ഏകദിന ടീമിൽ സഞ്ജുവിനെ പരിഗണിക്കാനും ഗംഭീർ വലിയ താൽപ്പര്യം കാട്ടുന്നില്ല. ഈ സാഹചര്യത്തിൽ സഞ്ജുവിനെ T20 ടീമിലെടുത്താലും കളിപ്പിക്കാതിരുന്നാലും ടീമിനെ അത് കാര്യമായി ബാധിക്കില്ലെന്നുറപ്പ്. സഞ്ജു ടീമിൻ്റെ നിർണായക ഭാഗമല്ലാത്തതിനാൽ തന്നെ അദ്ദേഹത്തെ പ്ലേയിങ് 11ലേക്ക് പിന്തുണയ്ക്കാനും സാധ്യത കുറവാണെന്ന് പറയാം. ഇന്ത്യയുടെ പ്ലേയിങ് 11ൽ കളിപ്പിക്കാൻ സ്ഥിരതയുള്ള താരങ്ങൾ ഇന്ത്യൻ ടീമിൽ വേറെയുണ്ട്. അഭിഷേക് ശർമ്മ 3 ഫോർമാറ്റിലും ഇന്ത്യക്കായി തിളങ്ങാൻ ശേഷിയുള്ള താരമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അഭിഷേകിനെ പിന്തുണയ്ക്കും. ഋതുരാജ് ഗെയ്ക്വാദിനെയും കൂടുതൽ അവസരങ്ങൾ നൽകി പിന്തുണയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ക്ലാസിക് താരമായ ഋതുരാജിനെ ഇന്ത്യ വേണ്ടവിധം ഉപയോഗിക്കുന്നില്ല. ശിവം ദുബെ, റിങ്കു സിംഗ് എന്നിവരെല്ലാം പ്ലേയിങ് 11ൽ ഉണ്ടാകും. ഇവർക്കെല്ലാം ഇന്ത്യ കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ സഞ്ജു ബെഞ്ചിലിരിക്കാൻ നിർബന്ധിതനായേക്കും.